കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സേതുലക്ഷ്മി എന്നാണ്. ഞാൻ മുണ്ടക്കയം ഏന്ത്യാറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 2023 മെയ് മാസം 23-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2021 ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ പത്രം എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത്. അന്നേരം ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, മോളെ നീ എത്രയും പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ പോകണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം 2023 ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് IELTS പഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ മേഡം പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന സമയത്ത് എനിക്കിങ്ങനെ UK ഡൊമിസിലറി കെയറിൻ്റെ ഒരു പുറത്തേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. അധികമായിട്ട് കാരുണ്യപ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്. പിന്നെ ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. അതിനുശേഷം ജപമാല, സമ്പൂർണ്ണ ജപമാല എനിക്ക് 1 മണിക്കൂർ നിന്ന് ചൊല്ലാനുള്ള ഒരു കൃപ ലഭിച്ചു. അതുപോലെ തന്നെ മാതാവിനോട് കൂടുതലായിട്ട് അടുത്തു. അപ്പം മാതാവ് ഈശോയെ നമ്മുടെ കൈ പിടിപ്പിച്ച് തരുന്നൊരു അനുഭവമായിരുന്നു. അങ്ങനെ ബൈബിൾ എനിക്ക് കിട്ടി. ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനുള്ളൊരു അഭിഷേകം ലഭിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഫുൾ ടൈം കൃപാസനത്തിൻ്റെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഫുൾ ടൈം സാക്ഷ്യം കേട്ടു, അച്ഛൻ്റെ ധ്യാനം കേട്ടു. അതുപോലെ തന്നെ വിജയകുമാർ സാറിൻ്റെ ടോക്കുണ്ട്, അനുഭവ സാക്ഷ്യം, അത് കേട്ടു. ഫുൾ ടൈം കൃപാസനം തന്നെയായിരുന്നു. അങ്ങനെ പോയി നിയോഗങ്ങളെല്ലാം മറന്നു. ഫുൾ ടൈം ഈശോയോട് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചു. അങ്ങനെ ഈ UK വന്നപ്പം തന്നെ അതിന് 10 ലക്ഷം രൂപ വേണമായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പം അവർ പറഞ്ഞു, നമുക്ക് വാലുവേഷൻ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്ന് ഞാൻ വീട്ടിൽ വന്ന് 2 പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ഒരു 2023 സെപ്റ്റംബർ 14-ാം തീയതിയാണ് പച്ച മെഴുകുതിരിയുന്ന 7 എന്ന് പറഞ്ഞ ലെറ്റർ ഉരുകി വീണു. അപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യം കേൾക്കുന്നതുകൊണ്ട് എനിക്കറിയായിരുന്നു എന്തോ വലിയൊരു അത്ഭുതം സംഭവിക്കാനാണെന്നറിയായിരുന്നു. അന്ന് മുതലേ ഞാൻ അതൊരു എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തന്നെ നിന്നു. പിന്നെ ഒരു 2025 ഒരു സെപ്റ്റംബർ മാസം ആയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അയർലൻഡിലേക്കുള്ള ഒരു കുട്ടികളുടെ ഹോമിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അത് ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ്, 5 പൈസ പോലും കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഞാനന്നേരം വലിയതായിട്ടത് മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മൾ നേരത്തെ നോക്കിയിട്ടൊന്നും നടക്കാത്തത് കൊണ്ട് മൈൻഡ് ചെയ്തേയില്ല. അങ്ങനെ നവംബർ 4-ാം തീയതി അതിൻ്റെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. ഇവിടെ വന്ന് മാതാവിനെ ഈശോനെ വിളിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 4-ാമത് തന്നെ റിസൾട്ട് വന്നു, അതിന് പാസ്സായി. പിന്നെ എല്ലാം സമയ ചുരുക്കത്തിലായിരുന്നു നടന്നത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ ഈ 2026 മാർച്ച് മാസം വന്ന് ഞാൻ മാർച്ച് മാസം 12-ാം തീയതി വിസയ്ക്ക് വേണ്ടി വെച്ചു. ഏപ്രിൽ 7-ാം തീയതി ഇവിടെ വന്ന് 7-ാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ മെയ് മാസം 5-ാം തീയതി ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ ഞാനത് ഏജൻസിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇവിടെ ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ധ്യാനം നടക്കുന്ന സമയത്ത് തന്നെ അവരെനിക്ക് അപ്രൂവ്ഡ് ആയെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ മെയ് മാസം 7-ാം തീയതി തന്നെ എനിക്ക് വിസ കിട്ടി. അന്ന് 2023 എൻ്റെ മെഴുകുതിരിയിൽ നിന്ന് അടർന്ന് വീണ ആ 7 എന്നുള്ള തീയതിയിലാണ് എനിക്ക് വിസ വന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പത്രം കൊടുത്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൊൻകുന്നം, കോട്ടയം, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട്. കൂടുതലായിട്ടും ഓട്ടോക്കാർക്കൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തൊരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പട്ടുമല പള്ളിയുടെ പുറകിൽ അവിടെ തമിഴ് ആൾക്കാർ താമസിക്കുന്ന ലയങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി തമിഴ് പത്രം വാങ്ങിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങി. വേറൊരു ചേച്ചിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരുടെയാണ് പോകുന്നത്. കാശുരൂപവും പത്രവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തിയാണേലും നമ്മളോട് ആര് കൈ നീട്ടിയാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏന്ത്യയിലൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ അമ്മമാരുടെ പാത്രം കഴുകി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ബൈബിൾ വായിക്കാൻ, എനിക്ക് ഈശോയെ അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇവിടെ വന്ന്
ജോസഫ് അച്ഛനാണ് അതിനുള്ളൊരു അനുഗ്രഹം നമുക്ക് തന്നത്. ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈശോയെ അറിഞ്ഞത്. അതുപോലെ ബൈബിള് മുട്ടി നിന്ന് 1 മണിക്കൂർ ജപമാല ചൊല്ലാനും അതുപോലെ തന്നെ 1 മണിക്കൂർ ബൈബിള് വായിക്കാനുള്ളൊരു അനുഗ്രഹവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ജപമാലയും രാവിലെയും വൈകിട്ടും ഞാൻ സായാജ്ഞ പ്രാർത്ഥന വൈകിട്ടും കൂടുന്നുണ്ട്, രാവിലെ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 7-ാം വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ കഷ്ടതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കൈപിടിച്ച് നേർവഴിക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. മരുഭൂമിയിൽ വഴിതെറ്റിയ മക്കൾക്ക് വഴികാട്ടിയായി നിന്ന ദൈവമാണ് ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നേർവഴിക്ക് നമ്മുടെ കൂടെയുള്ള ആ ദൈവം. ഇന്നും ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ നമ്മെ ഇടയാക്കുന്ന ഒരു വലിയ നടപടിയാണ്, ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂസ്ഡ് ആകുന്ന നിമിഷങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, യാതൊരു വഴിയുമില്ല എന്ന് ഓർത്തിരിക്കുമ്പോൾ നമ്മെ തിരിച്ച് സമാധാനത്തിൻ്റെ വഴിയിലൂടെ ആ സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക്, വാസയോഗ്യമായ ആ നഗരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ആ മനുഷ്യരെ വിശ്വാസത്തിലൂടെ ആത്മീയ സുരക്ഷ നൽകുന്ന ആ ദൈവമാണ് ഇന്നും നമുക്ക് ആത്മീയ സുരക്ഷ നൽകി നമ്മുടെ കൂടെ നടത്തുന്ന ജീവിതയാത്രയിൽ നമ്മുടെ കൂടെയുള്ള വാഗ്ദാന പേടകമായ ആ ദൈവം. അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ സംരക്ഷണവും സ്നേഹവും പരിപാലനയും അടുത്തറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് സേതുലക്ഷ്മി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ ജീവിതത്തിൽ IELTS പഠനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാഡമാണ് ഈ മക്കളോട്, അതായത് 3 സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്. ആ പഠിപ്പിച്ച മാഡം തന്നെയാണ് ഈ മക്കളോട് പറഞ്ഞത്, ഉടമ്പടി എടുക്കുക, വിദേശത്ത് പോകാനുള്ള എല്ലാ കാര്യവും അമ്മ മാതാവ് കൃപാസനം അമ്മ നിങ്ങളെ സഹായിക്കുമെന്ന്. അതിന് പ്രകാരം ഈ മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. 3 കുട്ടികളും ആ 3 സ്റ്റുഡൻസും പാസ്സായി. പിന്നീട് യു കെക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 10 ലക്ഷത്തോളമാണ് ആവശ്യമായി വന്നത്. പക്ഷെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ എഡ്യൂക്കേഷൻ ലോൺ പോലും കിട്ടാത്ത ആ അവസ്ഥയിൽ വീണ്ടും ഒരു തളർന്ന നിമിഷങ്ങളാണ്. എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാനായിട്ടാവുന്നില്ല. പിന്നീടാണ് ലോൺ കിട്ടില്ല എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കിടയിൽ മെഴുകുതിരിയിൽ 7 എന്ന അക്കം വളരെ വ്യക്തമായിട്ട് തന്നെ അത് തെളിഞ്ഞു വന്നു. അതുമായിട്ടാണ് ഈ മകൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അവിടെ ഈ മകൾ ആലോചിച്ചു എന്തായിരിക്കാം ഈ 7 എന്ന അക്കത്തിൻ്റെ അർത്ഥം. പിന്നീട് ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. പിന്നീടാണ് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് MSW കംപ്ലീറ്റ് ആയ ഈ മകൾ വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു വേക്കൻസിയെ പറ്റി അറിയുകയും അങ്ങോട്ട് തന്നെ ഉള്ള പേപ്പർ വർക്കെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാകുന്നത്. ഏപ്രിൽ 7-ന് ഈ മകൾ 7-ാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്ന ഒരു മകളാണ് സേതുലക്ഷ്മി. ഏപ്രിൽ 7-ാം തീയതി 7-ാമത്തെ പുതുക്കലിന് ശേഷം, അതായത് ഒന്നും തളർത്താതെ ആ കിട്ടുന്ന കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലേലും ഉടമ്പടിയിൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സേതുലക്ഷ്മി മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം ഏപ്രിൽ 7-ാം തീയതി വന്ന് പുതുക്കിയതിന് ശേഷം മെയ് 7-ന് തന്നെയാണ് വിസ കിട്ടുന്നത്. ആ കാണിച്ച മെഴുകുതിരിയിൽ വന്ന 7 പിന്നീടാണ് മനസ്സിലായത് അമ്മ കാണിച്ചു തന്ന 7 അമ്മയുടെ സാന്നിധ്യത്തിലുള്ള തന്നെയാണ്, അമ്മ തന്ന ഗിഫ്റ്റാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഡിസംബർ 7 2004 ഡിസംബർ 7-ാം തീയതി 2:30 ആ 7 എന്ന അക്കം മെഴുകുതിരിയിൽ കാണിച്ചു കൊടുത്തത് ഈ മെയ് 7-ാം തീയതി വിസ ലഭിച്ചതുമായിട്ട് വളരെ ഏറെ കണക്ഷനുണ്ട്. കാരണം അമ്മ തന്ന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു വിസ എന്ന് കാണിക്കുന്ന ഒരു വലിയ അടയാളമായിട്ടാണ് മെയ് 7-ാം തീയതി വിസ ഈ മകളുടെ കയ്യിൽ കിട്ടുക. പിന്നീട് പേപ്പർ വർക്കെല്ലാം ക്ലിയറായി അയർലൻഡ് പോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് സേതുലക്ഷ്മി ഇന്ന് ദൈവത്തിനും ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാനാണ് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും നടത്തി വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടെ നിന്ന് നേർവഴിക്ക് നയിച്ചു എന്നത് എല്ലാ കാര്യത്തിലും. ഒരുപക്ഷെ ആദ്യം ഈ മകൾ ശ്രമിച്ച UK യിലേക്ക് പോകാനാണ്, പക്ഷെങ്കിൽ അവിടെയെല്ലാം തടസ്സങ്ങളായിരുന്നു. അതെല്ലാം
ആ തടസ്സങ്ങളുണ്ടായിരുന്ന അതിനിടയിൽ കൂടിയാണ് പുതിയ ഒരു വാതിൽ അമ്മ മാതാവ് തുറന്നു കൊടുക്കുന്നത്. ആ ഒരു ചിലവുമില്ലാതെ, ഒരു എക്സ്പെൻസും ഇല്ലാതെ, യാതൊരു ചിലവുമില്ലാതെ. ഇവിടെ 10 ലക്ഷം പറഞ്ഞത് ഇവിടെ ഒരു ചിലവുമില്ലാതെയാണ് ഇന്ന് ഈ മകൾക്ക് വിസയും ടിക്കറ്റും എല്ലാം കിട്ടി ഇപ്പോൾ അയർലൻഡിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്നാലും വെറുതെ ആയിരിക്കില്ല നമ്മുടെ കാത്തിരിപ്പ്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു വലിയ പദ്ധതിയുണ്ട്. നമ്മൾ പൈസ ഇല്ല, കാശില്ല, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നെട്ടുപോട്ടം ഓടുമ്പോൾ സേതുലക്ഷ്മി 7 പ്രാവശ്യം പുതുക്കി വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഈശോയും അമ്മയും ഒരു വഴി തുറന്നു തരുമെന്ന വിശ്വാസത്തിൽ. അങ്ങനെയാണ് സങ്കീർത്തനം 107:7 സേതുലക്ഷ്മിയുടെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ്. വാസ്യോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്ന്. ആ നേർവഴിയുള്ളത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ സ്ഥിരതയോടെ നിലനിൽക്കുവാൻ സേതുലക്ഷ്മിക്ക് സാധിച്ചു. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങളാവാം, തടസ്സങ്ങളാവാം. എന്തു തന്നെ ആയാലും ഈ തടസ്സങ്ങളെല്ലാം മാറ്റി ഈശോയും അമ്മയും കൂടെ നിന്ന് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്കൊരു വാസ്യോഗ്യമായ നഗരത്തിലെത്തുവാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. തിരിയിൽ വന്ന ആ ദൈവ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കൺഫ്യൂസ്ഡ് സ്റ്റേജുകളിലും സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്കും തിരിച്ചു വരാം. വഴിതെറ്റിയ വ്യക്തികളെന്ന പോലെ ഈശോയും അമ്മയും തിരിച്ചു കൊണ്ടുപോകുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലെങ്കിലും ഈശോയിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മയെയും ആ ശരിയായ നേർവഴിക്ക് നടത്തുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപാസന ഉടമ്പടി ജീവിതം ഒരു ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ആ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് മുന്നോട്ട് നയിക്കാം. സേതുലക്ഷ്മിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.